ലോകപ്രശസ്തമായ അമേസിംഗ് ഗ്രേസ് എന്ന കൃതി രചിച്ച ജോൺ ന്യൂട്ടൺ ഒരിക്കൽ പറയുകയുണ്ടായി, ഐ ആം എ ഗ്രേറ്റ് സിന്നർ ആൻഡ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റർ സേവിയർ. ആളുകളിങ്ങനെ തമാശയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. തനിക്ക് ഭ്രാന്തില്ല എന്ന് പറയുന്നതാണ് ഭ്രാന്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമെന്ന്. എന്ന് പറയും പോലെ എനിക്ക് പാപമില്ല, ഞാനൊരു നീതിമാനാണ് എന്ന് ദൈവസമക്ഷം പ്രസ്താവിക്കുന്ന ഒരുവനാണ് ഏറ്റവും വലിയ പാപി. നാം എല്ലാവരും ദൈവസമക്ഷം പാപികളാണ്. ഒരു കാലത്ത് അടിമക്കച്ചവടക്കാരനായിരുന്നു ഈ ജോൺ ന്യൂട്ടൺ. അദ്ദേഹം തൻ്റെ പഴയ ജീവിതത്തിലെ ക്രൂരതകളെയും പാപങ്ങളെയും കുറിച്ച് ബോധവാനായിരുന്നു. ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളണം, നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്ത്തുമ്പോൾ മാത്രമേ അവൻ്റെ കൃപയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പാപിയല്ല എന്ന് പറയുന്നവൻ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തു പോയി കർത്താവേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റസമ്മതം നടത്തുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പാപം ഭീകരമാണ്. അത് എത്ര നിസാരമെന്ന് തോന്നുന്നതാണെങ്കിലും അത് വളരെ ഭയാനകമാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. ഒരു ഇരുണ്ട മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം കൊണ്ടുവരുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സ്നേഹം, കൃപ നമ്മുടെ സകല പാപക്കറകളും കഴുകിക്കളയാൻ മതിയായതാണ്. നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറില്ലേ, എൻ്റെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുമോ? നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും അത് ദൈവത്തിൻ്റെ കരുണാസമുദ്രത്തിൽ വീഴുന്ന ഒരു തുള്ളി ചെളിക്ക് സമാനമാണ്. പഴയകാല തെറ്റുകളോർത്ത് ഭാരപ്പെടുന്നവർക്ക് ഇത് ഒരു സദ്വാർത്തയാണ്. ഇത് ഒരു നല്ല വിശേഷമാണ്, സുവിശേഷമാണ്. ജോൺ ന്യൂട്ടനെ മാറ്റിയെടുത്ത അതേ ദൈവത്തിന് നിന്നെ മാറ്റിയെടുക്കാൻ കഴിയും. വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന പാപത്തെ പ്രതി നീ ഇന്ന് നിരാശനായി ഇരിക്കുകയാണ്. നമ്മുടെ പരാജയങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വിജയമാണ് നമ്മുടെ ജീവിതത്തിലെ അവസാന വാക്ക്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ബലഹീനതകളിൽ തളർന്നു പോകാതെ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. ജോൺ ന്യൂട്ടനെ പോലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയെ അനുഭവിച്ചറിയാൻ നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കാം, താഴ്ത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.